ജൂൺ 26 ആഗോള ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുകയാണ്. ലഹരിവിരുദ്ധ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാടും വീടുമൊക്കെ മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്ത ഒരു നാട്, ഒരു വീട് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വീട് മുടിക്കും നാട് മുടിക്കും, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട എന്ന് ഓരോരുത്തരും നിലപാടുകൾ എടുക്കണം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യവും ലഹരിയും ഒരിക്കലും യഥാർത്ഥമായ സമാധാനവും സന്തോഷവും നൽകുന്നില്ല. അത് നാശം മാത്രമാണ് വിതയ്ക്കുക. കുഞ്ഞുങ്ങളിലാണേലും യുവാക്കളിലാണേലും മുതിർന്നവരിലാണേലും കുടുംബങ്ങളിലാണേലും സമൂഹത്തിലാണേലും അത് വരുത്തി വെക്കുന്ന വിനാശകരമായ ദുരന്തങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? അതിൻ്റെ അമിതമായ ഉപയോഗം ക്രമം തെറ്റിക്കുകയാണ്. വ്യക്തിയുടെ ക്രമം തെറ്റിക്കുന്നു, കുടുംബത്തിൻ്റെ ക്രമം തെറ്റിക്കുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെയാണ് ഇത് ഏറെ ബാധിക്കുക. എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, എത്ര താലിച്ചരട് പൊട്ടിച്ചു മദ്യമേ, എത്ര ബാല്യങ്ങൾ അനാഥമായി, എത്ര കണ്ണീർ കടലു വറ്റിച്ചു മദ്യമേ, എത്ര മോഹപ്പൂ കരിഞ്ഞു പോയി. അതാണ്, എത്രയോ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്നു ഈ മദ്യത്തിൻ്റെ ഉപയോഗം മൂലം. വഴക്കുകളും അക്രമ സ്വഭാവങ്ങളും അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും എല്ലാം വർദ്ധിക്കുവാൻ കാരണം ഈ മദ്യത്തിൻ്റെ ഉപയോഗമാണ്. അത് കുറച്ചുകൊണ്ട് ഇവരെ ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഒക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം എന്ത് ഈ മദ്യത്തിൻ്റെ കുത്തൊഴുക്ക്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ബാറുകളും മദ്യശാലകളും വർദ്ധിപ്പിച്ച് സർക്കാർ വരുമാനം കൂട്ടുന്നു? ഈ സർക്കാർ ശരിക്കും വർജനമാണ് നിങ്ങളുടെ നയമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഇപ്പോൾ മദ്യപ്രളയം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുക. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടൊക്കെ ഇക്കാര്യം ചോദിക്കാൻ സാധിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് തേടി വരുമ്പോൾ നിങ്ങൾ അന്ന് വാഗ്ദാനം നൽകിയിരുന്ന മദ്യവർജനം നടപ്പിലാക്കാതെ കേരളത്തെ ലഹരിക്ക് തീരെഴുതി കൊടുക്കുന്നത്? കേരളത്തിൽ എന്ത് ദുരന്തങ്ങൾ ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ കാണുന്നില്ലേ? മദ്യലഹരിയിൽ എന്തെല്ലാം, മദ്യലഹരിയിൽ പിതാവ് മകനെ കൊല്ലുന്നു, അമ്മ മകനെ അടിക്കുന്നു, നശിപ്പിക്കുന്നു, പീഡനങ്ങളെല്ലാം ഓരോ ദിനവും മദ്യലഹരിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ മദ്യപ്രളയം സൃഷ്ടിക്കുന്നത്? കേരളത്തെ നശിപ്പിക്കുക എന്നുള്ളതാണോ സർക്കാരിൻ്റെ ഉദ്ദേശം? ഖജനാവ് വീർപ്പിക്കുക എന്നുള്ളതാണോ? ഈ ആഗോള ലഹരി വിരുദ്ധ ദിനത്തിൽ ഓരോ മക്കളും ഓരോ പൗരനും ചിന്തിക്കേണ്ട ഒരു അടിയന്തര കാര്യം ഇതാണ്. ഏറ്റവും വലിയ സാമൂഹ്യ തിന്മയാണ് മദ്യം, ലഹരി എന്നൊക്കെ പറയുന്നത്. അതിനെ ഉപേക്ഷിച്ചിട്ടല്ലാതെ വികസനം സാധ്യമല്ല എന്നാണ് നമുക്കിനിയും ബോധ്യമാവുക. ഇനിയും അത് ബോധ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ കഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. പക്ഷേ സാമൂഹിക മനസാക്ഷി, പൊതുബോധം ഇതിനെതിരെ സജ്ജമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നേടുക തന്നെ ചെയ്യും. അതിനെല്ലാ ആശംസകളും നേരും.